ഐഡിയാസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ചിരങ്ങയാണ് കേട്ടോ. അങ്ങനെ നാട്ടിലൊക്കെ എന്താ പറയുക അറിയില്ല, നമ്മൾ ചിരങ്ങ എന്നാണ് പറയുക. ഈ ചിരങ്ങ ചെറിയ ചിരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് ആളേ ഉള്ളതുകൊണ്ട് ചെറിയ ചിരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ അങ്ങനെ തോല് കളഞ്ഞെടുക്കുക. ഇത് തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. കത്തിയോട് ചെത്തുന്ന സമയത്ത് അതിൻ്റെ കാമ്പ് വശം കൂടുതൽ പോവാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഇതിനെ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പണി കഴിയുകയും ചെയ്യും. വളരെ ഈസിയായി തൊലി കളഞ്ഞെടുക്കുകയും ചെയ്യാം കേട്ടോ. മുറിച്ച ശേഷമാണ് കേട്ടോ, തൊലി കളഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ ഫ്രണ്ട് വശം അതുപോലെ ബാക്കിലുള്ള വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒന്ന് കളഞ്ഞു കൊടുക്കുക. അവിടെ ഒരു കട്ടിപ്പാണ് അതിനുണ്ടാവുക. എന്നിട്ട് പിന്നെ ഇതിങ്ങനെ മുറിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ കർമ്മൂസൊക്കെ കരിയണ പോലെ ചെറുതാക്കി മുറിച്ച് കൊടുക്കുക. നല്ല ഇളയ ചിരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിനങ്ങനെ കുരു കളയേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ നല്ല മൂപ്പുള്ളതാണെങ്കിൽ നമ്മൾ കുരു കളഞ്ഞു കൊടുക്കേണ്ടി വരും കേട്ടോ. ഇതിന് കുരു ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ കളയേണ്ട ആവശ്യമില്ലാത്ത. കണ്ടോ, കുരുവൊന്നും മൂപ്പായിട്ടില്ല. ഇതുപോലെ ഇളയതാണ് ടേസ്റ്റ് ഉണ്ടാവും ചെയ്യുക കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയണതാവും, എന്നാലും ജസ്റ്റ് നമ്മൾ വീഡിയോ എടുത്തെന്നുള്ളൂ, അറിയാത്തവരും ഉണ്ടാവുമല്ലോ. നമ്മൾ കർമ്മൂസ താളിക്കുന്ന ചിലപ്പോൾ വീഡിയോ എടുത്ത സമയത്ത് നമ്മൾ കർമ്മൂസ എന്നാണ് പറയുക. അപ്പോൾ അതാർക്കും ചിലർക്കൊന്നും അറിയാത്തവരൊക്കെ ഉണ്ടായിരുന്നു. നെല്ലൊന്നും ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞോണമെന്നില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ എല്ലാം അന്ന് ചെറുതാക്കി അരിയണമെന്നില്ല. പിന്നെ ഒരു മീഡിയം ഇതിൽ മുറിച്ചെടുക്കുക. എന്തായാലും നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറുതാക്കി മുറിക്കണമെന്ന് എന്തായാലും ഇല്ല. അങ്ങനെ 2 പീസ് ഞാൻ മുറിച്ചെടുത്തു കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് അനുസരിച്ചുള്ള ചിരങ്ങ എടുത്താൽ മതി കേട്ടോ. ഞങ്ങൾ ഒരു 4-5 ആൾക്കൊക്കെ ഒരു തന്നെ മതിയാവും. അതിലേക്ക് ഒരു 3-4 കാന്താരിയും കൂടെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. ചീന്തിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക ചെയ്തത്. പിന്നെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൻ്റെ ഉൾവശത്ത് അടയാളം എന്താണെന്ന് വെച്ചാൽ മമ്പയർ വെച്ച കുക്കർ ഉൾഭാഗം കഴുകിയിട്ട് അതിലാണ് മമ്പറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ആ കുക്കർ തന്നെയാണ് വെക്കുന്നത്. ജസ്റ്റ് ഒഴിച്ച് കഴുകിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ വെച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരു കളർ മാറ്റം അതിൻ്റെ ഒരു പറയാണ്. അപ്പോൾ അതിലേക്ക് ശേഷം നമ്മൾ സാധാ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുക. വേണമെങ്കിൽ ചുവന്നുള്ളി അരിഞ്ഞിട്ട് ചെയ്യുക. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു എളുപ്പത്തിന് എനിക്ക് ടൈമില്ല, അതുകൊണ്ട് ഞാൻ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച എല്ലാ ചിരങ്ങൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക. അപ്പോൾ ചുവന്നുള്ളിയിലാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ചുവന്നുള്ളി ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ എനിക്കിപ്പോൾ സമയമില്ലാത്തൊന്നും ഉള്ളി ചെയ്യാൻ നിൽക്കാത്തത്. കുറേ സമയമായിട്ടുണ്ടെന്ന് ഇതുണ്ടാക്കും. ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ വൈകിട്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ നേരെ വൈകിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇടുക, ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെന്താണ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഉപ്പിട്ട് കൊടുക്കുകയെന്ന്. ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. ഒരു ഇത്ര വിസിലാണ്, ഒരു 3-4 വിസിലൊക്കെ അടുപ്പിച്ച് വരണം, എന്നെങ്കിൽ വേവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 5-6 വിസിലൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ അത് ഇളയ ഇതായതുകൊണ്ട് വേഗം തന്നെ വേവ് കിട്ടും. നല്ലോണം വെന്തുടഞ്ഞാൽ ടേസ്റ്റ് ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് അത് ഓഫാക്കി ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുള്ള എയർ ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ ഇതിലേക്ക് കൂട്ടുന്നത് മത്തിയാണ് കേട്ടോ. മത്തി പൊരിച്ചതാണ്. മത്തിനെ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ കുഞ്ഞമത്തിയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. കുഞ്ഞമത്തി കറി വെക്കണേക്കാട് രസം പൊരിച്ചാലാണ്. അപ്പോൾ അതുപോലെ കുറച്ച് മീനൊക്കെ പൊരിക്കാനിട്ടിട്ടുണ്ട്. പിന്നെ കുക്കർ തുറന്നിട്ട് അതിലുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്താണ് പറയുക, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി നിൽക്കുന്ന ജസ്റ്റ് ഉടച്ച് കൊടുക്കുമ്പം തന്നെ സെറ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.